നമസ്കാരം കൂട്ടുകാരെ. എമ്പുരാൻ കണ്ടു. അതിൻ്റെ റിവ്യൂമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ മുന്നിലെത്തുകയാണ്. വർഷങ്ങളായി, മാസങ്ങളായി, ദിവസങ്ങളായി കാത്തിരുന്ന എമ്പുരാൻ വന്നു റിലീസ് ചെയ്തു. എല്ലായിടത്തും പോയി മാർക്കറ്റ് ചെയ്ത് പൃഥ്വിരാജും നമ്മുടെ ലാലേട്ടനും പോയിട്ട് മാർക്കറ്റ് ചെയ്ത് വന്നു, സിനിമ ഇറക്കി. ആൾക്കാരെ ഒരുപാട് ഫാൻസിന് ഇഷ്ടപ്പെടണമെങ്കിലും ഒരു നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സിനിമ ആയില്ല എന്ന് പലർക്കും അതിൽ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിയേറ്ററിക്കൽ മൂവി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ രാഗത്തിൽ പോയി കാണാൻ പറ്റാത്ത ഒരു വിഷമം എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഗം പുതിയ സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ ലേസർ പ്രൊജക്ടറൊക്കെ മാറ്റി വെച്ചിട്ടാണ് സംഭവത്തിന് ഒരുങ്ങിയിരുന്നത്. പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ ഇടിച്ചു പൊളി സിനിമ തന്നെയായിരിക്കും, ധൈര്യമായിട്ട് പോയി കാണാം. കാരണം കൊടുത്ത കാശിന് മുതലാവും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒക്കെ പുറത്ത് തന്നെയാണ്. അതായത് മലയാള സിനിമയ്ക്ക് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന സിനിമ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇറാഖ്, സെനഗല്, ലണ്ടൻ, ഫ്രാൻസ് അതുപോലെ തന്നെ ഒരുവിധം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് എടുത്തിട്ടുള്ള സിനിമ തന്നെയാണ് എമ്പുരാൻ. ഫസ്റ്റ് ഹാഫുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ സ്റ്റീഫൻ നെടുമുള്ളി എത്തുന്നത്. ഫസ്റ്റ് ഹാഫില് നമ്മുടെ അബ്രഹാം ഖുറേഷി തകർക്കാണ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലാണ് സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ പ്രവേശനം കേരളത്തിൽ ഉള്ള പരിപാടികളൊക്കെയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജൻ്റെ കൂടെ ടൊബീനോ, മഞ്ജു വാര്യർ, ലൂസിഫറിൽ വേണ്ട എല്ലാവരും തന്നെ ഈ ടീമിലുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഇതിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാവാം, പല രാഷ്ട്രീയങ്ങളും കാണിക്കുന്നുണ്ടാവാം. എങ്കിലും രാഷ്ട്രീയം എല്ലാ സിനിമകളിലും ഒരുപാട് സിനിമകളിൽ നമ്മൾ രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്, അതുപോലെ ഇതിലും കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത് അത്ര അധികം ആൾക്കാരെ നെഞ്ചിലേറ്റിക്കാനാണെന്ന് തോന്നുന്നു, പലർക്കും അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ പറയാം, നല്ല സിനിമയാണ്. ഒന്നുകൊണ്ട് ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ഫൈറ്റ് സീക്വൻസസ് കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാൽ ലൂസിഫറിലധികം ഫൈറ്റുകൾ ഇല്ല മോഹൻലാലിന്. പക്ഷെ ഇതിൽ 2-3 ഫൈറ്റുകൾ കുറച്ച് ലാഗുണ്ട്, അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ, കുഴപ്പമൊന്നുമില്ല, പൈസ കൊടുത്ത് നമുക്ക് കാണാം. പക്ഷേ ഞാൻ പറയുന്നത് ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ സിനിമ സാറ്റിസ്ഫൈഡ് അല്ല. എങ്കിലും നമുക്ക് കാശൊന്നും പോവില്ല, അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ. ധൈര്യമായിട്ട് പോയി കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് എത്താം. നന്ദി.